കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ വളാഞ്ചേരി നഗരസഭ. പഠനം 9 മുതൽ 11 വരെ പ്രായമുള്ള കുട്ടികൾക്ക്. അമരവിളയിൽ കുഴൽപ്പണവേട്ട. 29 ലക്ഷം രൂപ പിടികൂടി. പണം പിടിച്ചത് ചെന്നൈ തിരുവനന്തപുരം ബസിൽ നിന്ന്. കാടിറങ്ങുന്ന വന്യത. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാംകാണിയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. കൃഷിയിടത്തിലെ തൊഴിലാളികളാണ് രാത്രി പുലിയുടെ അലർച്ച കേട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 1:30-ക്ക് ശേഷമാണ് പുലിയുടെ അലർച്ച കേട്ടത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി വന്ന് ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് 1:24 ഇവർ വിളിക്കുന്നത്. ഇതുപോലെ പുലിയുടെ സൗണ്ട് കേട്ടു. ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നാണ് ഇവർ പറയുന്നത്, ഒരു വലുതും ഒരു ചെറുതും. ഇവർ പേടിച്ചിട്ട് ഗേറ്റ് തുറന്നില്ല. ഇവർ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുലി അങ്ങോട്ട് ഓടിയെന്നാണ് ഇവർ പറയുന്നത്. വലത് സൈഡിലേക്ക് ഓടി. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അറിയാനായിട്ട് രാവിലെ വന്നിട്ട് അടുത്ത വീട്ടിൽ പോയി. അടുത്ത വീട്ടിലൊക്കെ അവർ കണ്ടോന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇന്നലെ ആട്ടിൻകൂട്ടിനകത്ത് എന്തോ വന്നിരുന്നു, ആടൊക്കെ കൂടെ ബഹളം വെക്കുന്നത് കണ്ടുകൊണ്ട് ഇവർ ലൈറ്റൊക്കെ ഇട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി പടയപ്പ എന്ന കാട്ടാന. ലോക്കാട് എസ്റ്റേറ്റിന് സമീപം റോഡിൽ ഇറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുറ്റിയാർ വാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകർ മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ കാട് കയറ്റാൻ സാധിച്ചത്. പാലക്കാട് പരുതൂർ കാരമ്പത്തൂർ കടവിൽ നിന്നും ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന മണൽ ശേഖരം പിടികൂടി. അനധികൃതമായി കടത്തിക്കൊണ്ടുപോകാൻ സൂക്ഷിച്ച മണൽ തൃത്താല പോലീസ് പുഴയിലേക്ക് തന്നെ നിക്ഷേപിച്ചു. കൂട്ടക്കടവ്, കുമ്പിടി, ഉമ്മത്തൂർ ഭാഗങ്ങളിൽ ആയിരുന്നു പരിശോധന. തിരുവനന്തപുരം കാട്ടാക്കട മാറനെല്ലൂർ പഞ്ചായത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. കോൺഗ്രസ് വിട്ടുനിന്നതാണ് അവിശ്വാസം പരാജയപ്പെടാൻ കാരണം. LDF ആണ് ഇവിടെ ഭരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിനെ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് BJP അവിശ്വാസ പ്രമേയവുമായി എത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച കശ്മീർ സ്വദേശി കസ്റ്റഡിയിൽ. കശ്മീർ ബാരാമുള്ള സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മുർത്താസിനെയാണ് പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രഹസ്യാന്വേഷണ വിഭാഗവും ക്രൈംബ്രാഞ്ച് സംഘവും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വന്നേക്കും. ഇത് സംബന്ധിച്ച CWPRS റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനാൽ പുലിമുട്ടിന്റെ ഘടനയിലും ഇത് അനുസരിച്ച് മാറ്റം വേണം എന്നാണ് കണ്ടെത്തൽ. അതേസമയം പുതിയ കണ്ടെത്തലുകളിൽ മത്സ്യത്തൊഴിലാളികളും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതലപ്പുഴയിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. 4 തരത്തിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് സംഘം പരിശോധിച്ചത്. ഇതിനെ ആസ്പദമാക്കി പുതിയ അലൈൻമെന്റിന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തി മുതലപ്പുഴയിലെ തെക്ക് ഭാഗത്തു നിന്നും പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കുന്നതാണ് പുതിയ അലൈൻമെന്റ്. തെക്ക് ഭാഗത്തെ പുലിമുട്ട് 575 മീറ്റർ നീളത്തിലും തെക്ക് വടക്ക് ഭാഗത്തേക്ക് 170 മീറ്റർ നീളത്തിലുമാണ് പുലിമുട്ടിന്റെ പുതിയ അലൈൻമെന്റ്. വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പ്രവേശന കവാടത്തിന് 147 മീറ്റർ വീതിയുണ്ടാകും. അതേസമയം പുതിയ അലൈൻമെന്റ് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും ഹാർബർ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ DWPRSനെ അറിയിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. കൊല്ലം മങ്ങാട് താവുമുട്ടു സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. മകൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. ഇവരുടെ സിറ്റി മാക്സ് കളക്ഷൻസ് എന്ന ഫാൻസി കടയിൽ വെച്ചായിരുന്നു കൊലപാതകം. വാക്ക് തർക്കം ഉണ്ടാവുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ആയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. പാലക്കാട് മേലാർക്കോട് പുളിഞ്ചുവീടിനു സമീപം പിക്കപ്പ് വാനും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. നെന്മാറ, കണിമംഗലം, ചെന്നങ്കോട്, പൊന്നുമണി, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തവരാണ് മരിച്ചത്. എറണാകുളം ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീ വയ്ക്കാൻ ശ്രമം. കുട്ടമശ്ശേരി സ്വദേശി നാരായണൻകുട്ടിയുടെ വീടാണ് അജ്ഞാതർ തീ വയ്ക്കാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. നീന്തൽ പരിശീലനം ആരംഭിച്ച വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി. വളാഞ്ചേരി നഗരസഭയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നീന്തൽ പരിശീലന പദ്ധതിക്കാണ് തുടക്കമായത്. കുട്ടികളുടെ ജലവൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പദ്ധതി. കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളത്താണ് നീന്തൽ പരിശീലനം. 2023-24 വാർഷിക പദ്ധതിയിൽ നഗരസഭ തനത് ഫണ്ട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കണം എന്ന ഒരർത്ഥത്തിലാണ് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ വികസന പദ്ധതികളുടെ കാഴ്ചപ്പാട് പ്രകാരവും ഇത്തരമൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. നഗരസഭയിൽ സ്ഥിരതാമസമുള്ള 4, 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പരിശീലനം. മികച്ച നീന്തൽ പരിശീലകനായ നിലൂഫറിന്റെ നേതൃത്വത്തിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം. ആദ്യം കുട്ടികളുടെ നിലവിലെ നിലവാരം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരുന്നവരെ ഫാസ്റ്റായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. കുറച്ച് വേഗത കുറഞ്ഞവരുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ക്യാമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നീന്തൽ മത്സരം നീന്തൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാളുടെ എല്ലാ അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന ഇതാണ് സ്വിമ്മിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വിമ്മിങ്ങിലൂടെ പിന്നെ ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. വേറെ ഏത് എക്സസൈസ് നടത്തുമ്പോഴും ആ ഒരു അവയവം മാത്രമാണ് ചലിക്കുക. പക്ഷേ നീന്തൽ മത്സരം അല്ലെങ്കിൽ നീന്തലിലൂടെ നമുക്ക് ഒരു മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയം എക്സസൈസ് ചെയ്യുന്ന സംവിധാനം നമുക്കുണ്ട്. ശാസ്ത്രീയമായ പരിശീലനത്തോടൊപ്പം നീന്തൽ സ്ട്രോക്കുകൾ, ടെക്നിക് ഡ്രില്ലുകൾ എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കുഴൽപ്പണം പിടികൂടി. രേഖകൾ ഇല്ലാതെ കടത്തിക്കൊണ്ടുവന്ന് 29 ലക്ഷം രൂപയാണ് പിടികൂടിയത്. 2 പേർ എക്സൈസ് കസ്റ്റഡിയിലായി. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ആഡംബര ബസിനെ അമരവിള ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ നടത്തിയ വാഹന പരിശോധനയിൽ ആണ് രേഖകൾ ഇല്ലാതെ കൊണ്ടുവന്ന പണം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ അബ്ദുൽ നാസർ, മുഹമ്മദ് ഫയസ് എന്നിവരാണ് പിടിയിലായത്. കൊല്ലം കുന്നിക്കോട് പട്ടാഴിയിൽ ക്ഷീരകർഷകനെ വെട്ടിക്കൊലപ്പെടുത്തി. പട്ടാഴി പന്തപ്ലാവ് സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത്. പിന്നിൽ നിന്ന് ആരോ ആക്രമിച്ചതായി സാജൻ പറഞ്ഞിരുന്നതായി മകൻ പോലീസിന് മൊഴി നൽകി. ഇരിപ്പാക്കുഴി ഫാമിൽ പാൽ കറക്കാനായി വന്നതായിരുന്നു ജോസ്. വൈകിയും ജോസിനെ കാണാത്തതിനെ തുടർന്ന് മകൻ വന്നു നോക്കിയപ്പോഴാണ് ജോസ് പരിക്കേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ജോസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഗമണിൽ പെട്രോൾ പമ്പ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ അനുകൂല തീരുമാനം. അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച നിവേദനത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുകൂല നടപടി ഉണ്ടായത്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമണിൽ എത്തുന്നത്. ഇവിടെ പെട്രോൾ പമ്പുകളുടെ കുറവ് ചർച്ചയായിരുന്നു. തിരുവനന്തപുരം കോരാണി റോഡിൽ അപകടഭീതി ഉയർത്തി ഇലക്ട്രിക് പോസ്റ്റ്. ചിറയൻകീഴ് റോഡിലെ പുളിമൂട് ജംഗ്ഷന് സമീപമാണ് പോസ്റ്റ് നിൽക്കുന്നത്. നാട്ടുകാരിൽ ഭീതി ഉണർത്തുകയാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ചുവട് ഭാഗം തുരുമ്പെടുത്ത് നശിച്ച പോസ്റ്റ് ഏത് നിമിഷവും നിലംപൊത്താം. ചിറയൻകീഴ് റോഡിലെ പുളിമൂട് ജംഗ്ഷനിലാണ് ഈ പോസ്റ്റ്. തിരക്കേറിയ പാതയാണിത്. ഇരുഭാഗങ്ങളിലേക്കും വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് കാരണമാണ് പോസ്റ്റ് ഇങ്ങനെ നിന്നു പോകുന്നത്. പോസ്റ്റ് നിലംപൊത്തിയാൽ വൻ ദുരന്തത്തിന് വഴിവെക്കും. വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന പാതയാണിത്. തൊട്ടടുത്തായി നിരവധി കച്ചവട സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്.
സമീപത്ത് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരവുമായി എത്തുന്നത്. നിരവധി തവണ KSEB അധികാരികളെ മുമ്പ് നമ്മൾ നിവേദനങ്ങൾ നൽകുകയും പരാതികൾ സമർപ്പിക്കുകയും അവരെ നേരിട്ട് കൊണ്ടുവന്ന് ഈ ഒരു പോസ്റ്റിനെക്കുറിച്ച്, ഈ ജീർണാവസ്ഥയെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് അവരുടേതായ രീതിയിലുള്ള ന്യായങ്ങൾ പറഞ്ഞ്, മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് മാറിപ്പോയതെന്നല്ലാതെ ഈ ഒരു ജീർണാവസ്ഥ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാത്തൊരവസ്ഥയിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ കണ്ടമട്ടില്ല. ന്യൂസ് 18 ചിറയൻകീഴ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ഇതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. 30, 31 ജനുവരി 1 തീയതികളിൽ ആണ് ശിവഗിരി തീർത്ഥാടനം. എങ്കിലും അവധിയായതോടെ ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രഭാഷണ പരമ്പരയും കലാപരിപാടികളും തുടരുകയാണ്. ദേശീയ കാർഷിക മേളയും സസ്യ പുഷ്പ ഫലപ്രദർശനവും വിപണന മേളയും തുടങ്ങി. 30 രാവിലെ ശിവഗിരിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ MDMAയും കഞ്ചാവും വിൽപ്പന നടത്തി വന്ന 3 അംഗ സംഘത്തെ ഷാഡോ പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. മണമ്പൂർ സ്വദേശി ഷൈൻ, തൊട്ടക്കാട് സ്വദേശി ബിജോയ്, അവനവൻചേരി സ്വദേശി രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. 8 വളർത്തുനായ്ക്കൾ വീട്ടിൽ ഉള്ളതിനാൽ ഏറെ ശ്രമകരമായാണ് പോലീസ് വീടിനുള്ളിൽ കയറി ഇവരെ പിടികൂടിയത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് അടുത്തുള്ള പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിന് അഴകേകാൻ ചുമർ ചിത്രം ഒരുങ്ങുന്നു. ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിയിലാണ് കാഴ്ച വിസ്മയം തീർക്കുന്ന ആധ്യാത്മിക കഥകൾ പുനർജനിക്കുന്നത്. ആധ്യാത്മ രാമായണം, ശ്രീരാമ പട്ടാഭിഷേകം, ശക്തി പഞ്ചാക്ഷരിയും അനുബന്ധ കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചുമർ ചിത്രങ്ങളാണ് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നത്. ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിയിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നത്. ആമക്കാവ് കോളഞ്ചേരി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തിരുവട്ടാർ ആദികേശവ പെരുമാൾ കോവിലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വർക്ക് തീർന്നിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. അതിലും ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഈ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ക്ഷേത്രത്തിൽ സമർപ്പണ ദിനമായി ആഘോഷിക്കുന്ന ഡിസംബർ 31 ചുമർ ചിത്രങ്ങളുടെ സമർപ്പണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ഈ വർഷത്തെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിയുടെ മുകളിൽ ഫുള്ളായിട്ട് മ്യൂറൽ ചിത്രങ്ങൾ രചിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. 15 മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചുമർ ചിത്രവര പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ആധ്യാത്മിക കഥകൾക്കൊപ്പം പാർവതി ചമയം, ഗണപതി പൂജ, ബ്രഹ്മാവ്, സരസ്വതി, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ചിത്രങ്ങളും ആലേഖനം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇടവേള. എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
Sri KB Ganesh Kumar. KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. KB ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ ശാഖ തിരുവനന്തപുരം നന്ദൻകോട് പ്രവർത്തനം ആരംഭിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ധനലക്ഷ്മി ബാങ്ക് ബോർഡ് ചെയർമാൻ KN മധുസൂദനൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കാനന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ജീപ്പ് യാത്ര. പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിന്നിച്ചിതറിയെത്തുന്ന വെള്ളച്ചാട്ടത്തിലെ കുളി. ഇടുക്കി കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ്. കടുത്ത വേനലിലും തണുത്ത അന്തരീക്ഷം, ചുറ്റും കാടിന്റെ വശ്യത, പാറക്കെട്ടുകളിലൂടെ ചിതറിയെത്തി അധികം ആഴമില്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടം. പുതിയ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാവുകയാണ് കല്ലേറ്റുപാറ. വളക്കോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രഗ്രാമത്തിലേക്കുള്ള പാതയോട് ചേർന്നാണ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉൾവനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാട്ടരുവി പതിക്കുന്ന ഇടം. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കേട്ടറിഞ്ഞ്
നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടും കൂടെയും എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി ഈ സ്ഥലം കാത്തു സൂക്ഷിച്ച് ഭാവിയിലുള്ള തലമുറയ്ക്കും കൂടെ ഇതിൻ്റെ ഇത് ആസ്വദിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വർഷം മുഴുവൻ ലഭിക്കുന്ന തണുത്ത കാലാവസ്ഥയാണ് കല്ലേറ്റുപാറയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോ കാണികൾക്ക് ആവേശമായി. 250 ഡ്രോണുകൾ മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. ആ കാഴ്ചയോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ അർദ്ധഗോളാകൃതിയിൽ ഡ്രോണുകൾ പറന്നുയർന്നു. കയ്യടികളോടെ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഡ്രോണുകളെ വരവേറ്റു. വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിൽ ഒഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, കഥകളി രൂപം, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞു. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ ബേപ്പൂരിൽ നടത്തിയതിന്റെ സന്തോഷം സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചില്ല. 2023 പുതുമ നിറഞ്ഞു. ആ പുതുമ നിറഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ വന്നിരിക്കുകയാണ്. മതസഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം പരത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഉത്സവമാണ്. അടിമുടി ജനകീയ കമ്മിറ്റിയാണ്. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നു. നാടിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് കൈകോർത്ത് പിടിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഷോ ഉണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്.